ഫോർത്ത് ടൈപ്പ് ഓഫ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലാണ് ഡിസോർഗനൈസ്ഡ് സ്റ്റൈൽ ഓഫ് അറ്റാച്ച്മെൻറ്റ്. ഇതിനകത്ത് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മളെ ടേക്ക് കെയർ ചെയ്യേണ്ട നമ്മുടെ പ്രൈമറി കെയർ ഗിവർ ആയിട്ടുള്ള ആൾ, അല്ലെങ്കിൽ കെയർ ടേക്കർ ആയിട്ടുള്ള ആൾ, നമ്മുടെ പാരൻറ്റ് അല്ലെങ്കിൽ നമ്മളുടെ ഗ്രാൻഡ് പാരൻസ് ആരോ ആയിക്കോട്ടെ, അവരാണ് നമ്മളുടെ ട്രമാറ്റിക് എക്സ്പീരിയൻസസിന് റീസൺ ആവുന്നത്. അത് ചിലപ്പോൾ അവരുടെ വേ ഓഫ് കമ്മ്യൂണിക്കേഷനിൽ യെല്ലിങ് ആയിരിക്കാം, അബ്യൂസീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഉണ്ടാവാം, വീട്ടിൽ മൊത്തത്തിലൊരു കയോട്ടിക് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള ബിഹേവിയേഴ്സ് കാണിക്കുന്ന പാരൻസിന്റെ അറ്റ്മോസ്ഫിയറിൽ വളരുന്ന കുട്ടികളിലാണ് ഡിസോർഗനൈസ്ഡ് സ്റ്റൈലിലുള്ള അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഫോം ചെയ്യുന്നത്. ആക്ച്വലി സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാളിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നതിൽ തെറ്റില്ല, അങ്ങനെയൊക്കെ ഉള്ളത് നോർമലാണ് എന്നുള്ള രൂപത്തിലാണ് നമ്മൾ ബിലീവ് ചെയ്യുന്നത്. പക്ഷെ ആലോചിച്ച് നോക്കിയാൽ അഡൽട്ട് ലൈഫിലാവുമ്പം ഇവരുടെ മക്കളുടെ അടുത്തോ പാർട്ട്നേഴ്സിന്റെ അടുത്തോ ബിഹേവ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെയൊക്കെ കയോട്ടിക് ആയിട്ട് ബിഹേവ് ചെയ്ത് കഴിഞ്ഞാലും, നമ്മൾ എത്ര അബ്യൂസീവ് ആയിട്ട് ബിഹേവ് ചെയ്ത് കഴിഞ്ഞാലും, നമ്മൾ എത്ര എല്ല് ചെയ്ത് കഴിഞ്ഞാലും, അങ്ങനെയൊക്കെ പെരുമാറുന്നത് നോർമലാണ്. നമ്മളുടെ പാർട്ട്ണറോ നമ്മളുടെ കുട്ടികളോ അതൊക്കെ ടോളറേറ്റ് ചെയ്ത് കഴിഞ്ഞോളൂ, നമ്മൾ എപ്പോഴും അങ്ങനെയല്ലല്ലോ, ചിലപ്പോഴല്ലേ അങ്ങനെയുള്ളൂ എന്നുള്ള രൂപത്തിൽ അതിനെ നോർമലൈസ് ചെയ്തിട്ട് ബിലീവ് ചെയ്യാനാണ് ഇവർക്ക് ടെൻഡൻസി ഉണ്ടാവുക. കാരണം അവർ വളർന്നു വന്നിട്ടുള്ളത് അങ്ങനത്തെ ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈലിലൂടെയാണ്.